നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്ന ഫസ്റ്റ് ടൈപ്പ് ഡിജിറ്റൽ ടു അനലോഗ് കൺവെർട്ടർ എന്ന് പറയുന്നത് ആക്ച്വലി ബൈനറി വെയ്റ്റഡ് റെസിസ്റ്റർ ഡിജിറ്റൽ ടു അനലോഗ് കൺവെർട്ടർ ആണ്. ബൈനറി വെയ്റ്റഡ് അങ്ങനെയാണല്ലോ ഇതിൻ്റെ നെയിം വരുന്നത്. സോ ദ ബൈനറി വെയ്റ്റഡ് ഡിജിറ്റൽ ടു അനലോഗ് കൺവെർട്ടർ യൂസസ് ആൻ ഒപ്പാം ടു സം n binary weighted current derives from a reference voltage VR via current scaling factors 2R, 4R, 8R and 2 raised to nR. അപ്പോൾ നമ്മൾ ബേസിക് ആയിട്ടുള്ള ഒരു ഒപ്പാമ്പ് എടുക്കുകയാണ്, ഒരു ഡിജിറ്റൽ ടു അനലോഗ് കൺവെർട്ടർ എടുക്കുകയാണ് അല്ലേ. ആ ഒപ്പാമ്പിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒരു അനലോഗ് ഔട്ട്പുട്ടായിരിക്കും, ഒപ്പാമ്പിൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് ഡിജിറ്റൽ ഇൻപുട്ടായിരിക്കും. അപ്പോൾ കോമൺ ആയിട്ട് നമ്മൾ ഈ ഒപ്പാമ്പിലേക്ക് എടുക്കുന്ന റെഫറൻസ് വോൾട്ടേജിനെ VR എന്ന് പറയുന്നു അല്ലേ. പിന്നെ നിങ്ങൾ നോക്ക്, ഇതിൻ്റെ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽ നമ്മൾ ഗ്രൗണ്ട് ചെയ്യുന്നു, ഇൻവേർട്ടിംഗ് ടെർമിനലിലേക്ക് ഒരു ഫീഡ്ബാക്ക് റെസിസ്റ്റർ വഴി കണക്ട് ചെയ്തിട്ടുണ്ട്. ഇൻവേർട്ടിംഗ് ഇൻവേർട്ടിംഗ് ടെർമിനലിലേക്കാണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആക്ച്വലി ഇവിടെ സ്പെസിഫൈ ചെയ്തിരിക്കുന്ന ഈ B1, B2, B3, BN എന്ന് പറയുന്നതൊക്കെ നമ്മുടെ ഡിജിറ്റൽ ഇൻപുട്ട്സ് ആണ് അല്ലേ. നമുക്കിവിടെ കിട്ടുന്ന വി ഔട്ട് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു അനലോഗ് ഔട്ട്പുട്ടാണ്. അപ്പോൾ ഈ സ്വിച്ച് പൊസിഷൻ എന്ന് പറഞ്ഞൊന്നല്ല നമ്മൾ അപ്ലൈ ചെയ്യുന്നത്, 1 ആണോ 0 ആണോ എന്ന് ഡിസൈഡ് ചെയ്യാനാണ് നമ്മുടെ സ്വിച്ച് പൊസിഷൻസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, എന്താണെന്ന് പറയാം. അതുപോലെ ഈ ഒരു ബൈനറി വെയ്റ്റഡ് റെസിസ്റ്ററിൻ്റെ മെയിൻ സ്പെഷ്യാലിറ്റി അല്ലെങ്കിൽ മെയിൻ ലിമിറ്റേഷൻ എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഇവിടെ ഫിഗറിൽ ആക്ച്വലി 4 റെസിസ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട് അല്ലേ. ഓരോ റെസിസ്റ്ററിൻ്റെയും വാല്യൂ നിങ്ങൾ നോക്കുകയാണെങ്കിൽ, നമ്മൾ സെലക്ട് ചെയ്ത റെസിസ്റ്റർ 6 ആണെങ്കിൽ 4 റെസിസ്റ്റർ നോക്ക്, 2R, 4R, 8R, 2 raised to nR. n സ്റ്റേജസ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ n സ്റ്റേജസ് ഉണ്ടെങ്കിൽ ആ റെസിസ്റ്ററിൻ്റെ വാല്യൂ 2 raised to nR ആയിരിക്കും. അതായത് എത്ര റെസിസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ടോ ഓരോ റെസിസ്റ്ററിൻ്റെയും വാല്യൂ ഡബിൾ ചെയ്ത് പോകും. ഈ രീതിയിലാണ് ആക്ച്വലി റെസിസ്റ്റേഴ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു 6 ബിറ്റ് ഡിസൈനാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമുക്കിവിടെ ബൈനറി വെയ്റ്റഡിൽ 6 ഡിഫറെൻറ്റ് വാല്യൂസ്, ആ വാല്യൂസിൻ്റെ റിലേഷൻ എന്തായിരിക്കും, ഫസ്റ്റ് വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സെക്കൻഡ് റെസിസ്റ്റർ വാല്യൂ ഡബിൾ ആയിരിക്കും, അതിനും ഡബിൾ ആയിരിക്കും അടുത്തത്. അപ്പോൾ ആ രീതിയിലായിരിക്കും നമ്മൾ റെസിസ്റ്റേഴ്സ് അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ലിമിറ്റേഷൻസ് ഈ സർക്യൂട്ടിന് ഉണ്ടായിരിക്കും. കാരണം എന്താ, അപ്പോൾ നമ്മളൊരു ലോങ്ങർ ബിറ്റ് ഡിജിറ്റൽ ടു അനലോഗ് കൺവെർട്ടർ ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് വേണ്ടി വരും, ഒരുപാട് വൈഡ് വെറൈറ്റി ഓഫ് റെസിസ്റ്റേഴ്സ് വേണ്ടി വരും. ആ റെസിസ്റ്റേഴ്സിനൊക്കെ ഡിഫറെൻറ്റ് വാല്യൂ ആയിരിക്കണം അല്ലേ. അപ്പോൾ ഇതാണ് ആക്ച്വലി ഒരു ബൈനറി വെയ്റ്റഡ് റെസിസ്റ്റർ ഡിജിറ്റൽ ടു അനലോഗ് കൺവെർട്ടറിൻ്റെ സ്പെഷ്യാലിറ്റി. എല്ലാവർക്കും ഇതിൻ്റെ ലോജിക്ക് മനസ്സിലായല്ലോ. അപ്പോൾ കൂടുതൽ തിയറി പാർട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ബൈനറി വെയ്റ്റഡ് റെസിസ്റ്റർ ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടറിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ വർക്കിംഗ് ഇക്വേഷൻസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ആക്ച്വലി അതിൻ്റെ വർക്കിംഗ് ഇക്വേഷൻസ്. ഈ വർക്കിംഗ് ഇക്വേഷൻസ് നിങ്ങൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഈ ഇക്വേഷൻസിൻ്റെ ബേസിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഞാനിത് നീറ്റായിട്ട് വേറൊരു സ്ഥലത്ത് എഴുതിയിട്ടുണ്ട്. നമ്മൾ ഔട്ട്പുട്ട് വോൾട്ടേജ് ഡിറ്റർമൈൻ ചെയ്യുകയാണ്. ഓക്കെ, ഒരുപാട് പാരാമീറ്റേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ഔട്ട്പുട്ട് വോൾട്ടേജ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ബേസിക്കലി പറയാം, നമ്മളിപ്പോൾ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഈ ബൈനറി വെയ്റ്റഡ് റെസിസ്റ്റർ ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടറിൻ്റെ പ്രത്യേകത, ഔട്ട്പുട്ട് വോൾട്ടേജ് വിൽ ബി ഇക്വലൻ ടു VR/R ഇൻറ്റു RF. എന്താണ് VR എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന റെഫറൻസ് വോൾട്ടേജ്. RF എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ മൊത്തം ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവുമല്ലോ, ആ റെസിസ്റ്റൻസിനനുസരിച്ചാണല്ലോ ആക്ച്വലി ഇവിടെ വാല്യൂസ് വരുന്നത്. അപ്പോൾ നമ്മൾ പ്രിഫർ ചെയ്യുന്ന റെസിസ്റ്ററാണ് R എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ RF എന്ന് പറയുന്നത് ആക്ച്വലി നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ഫീഡ്ബാക്ക് റെസിസ്റ്ററാണ് RF എന്ന് പറയുന്നത്. ഇൻറ്റു B1 ഇൻറ്റു 2 raised to -1, B1 ഇൻറ്റു 2 raised to -1 പ്ലസ് B2 ഇൻറ്റു 2 raised to -2 പ്ലസ് B3 ഇൻറ്റു 2 raised to -3 പ്ലസ് എക്സെട്ര അപ് ടു BN ഇൻറ്റു 2 raised to -1. അപ്പോൾ 3 സ്റ്റേജസ് ആണുള്ളെങ്കിൽ B1 ഇൻറ്റു 2 raised to -1, B2 ഇൻറ്റു 2 raised to -2, B3 ഇൻറ്റു 2 raised to -3. ഇതിൽ B3 എന്ന് പറയുന്ന ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റും B1 എന്ന് പറയുന്നത് മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റുമാണ്. അപ്പോൾ ഈ ലെഫ്റ്റ് മോസ്റ്റിലുള്ള B1 എന്ന് പറയുന്നത് MSBയും റൈറ്റ് മോസ്റ്റിലുള്ള BN എന്ന് പറയുന്നത് ആക്ച്വലി LSB ആണ്. അപ്പോൾ അതാണ് എല്ലാവർക്കും പ്രോബ്ലം ചെയ്യുമ്പോൾ മാറിപ്പോകും. അതിൽ ലീസ്റ്റ് സിഗ്നിഫിക്കൻ്റ് ഏതാണ്, മോസ്റ്റ് സിഗ്നിഫിക്കൻ്റ് ഏതാണെന്ന് കറക്റ്റായിട്ട് പഠിക്കുക. അപ്പോൾ നമ്മളെ ഫിഗർ പ്രകാരം ഇതിൽ ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റും മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റും നമുക്ക് കണ്ടുപിടിക്കാം. B1 എന്ന് പറയുന്ന മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റും BN എന്ന് പറയുന്ന ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റുമാണ് അല്ലേ. ഈ രീതിയിലാണ് ആക്ച്വലി നമ്മൾ ഇക്വേഷൻസ് എഴുതുന്നത്. അപ്പോൾ ബേസിക് കേസിൽ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ഈ ഫീഡ്ബാക്ക് റെസിസ്റ്ററിൻ്റെ വാല്യൂം അതുപോലെ നമ്മൾ ചൂസ് ചെയ്യുന്ന റെസിസ്റ്ററിൻ്റെ വാല്യൂം സെയിം ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ RFനെയും Rനെയും സ്ട്രൈക്ക് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ കിട്ടും V out equal to -VR ഇൻറ്റു B1 ഇൻറ്റു 2 raised to -1, B2 ഇൻറ്റു 2 raised to -2, B3 ഇൻറ്റു 2 raised to -3 അപ് ടു BN ഇൻറ്റു 2 raised. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 3 ബിറ്റ്
ഡിജിറ്റൽ ടു അനലോഗ് കൺവെർട്ടർ ഡിസൈൻ ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ ഫസ്റ്റ് ബിറ്റ് 1 101 എന്നുള്ള ഇൻപുട്ടാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ നമുക്കിവിടെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. അതുപോലെ റെഫറൻസ് വോൾട്ടേജ് 5 വോൾട്ടാണ്. എന്തുകൊണ്ടാണ് ഇതിൻ്റെ സിമ്പൽ മൈനസ് വന്നത്? കാരണം നമ്മൾ ഇൻപുട്ട് അപ്ലൈ ചെയ്യുന്നത് ഒപ്പാമ്പിൻ്റെ നെഗറ്റീവ് ടെർമിനലിലേക്കാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഇതിന് നെഗറ്റീവ് സിമ്പൽ വന്നത്. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഡെറിവേഷൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഡെറിവേഷൻസ് ഒന്നും നമുക്ക് ആവശ്യമില്ല, ജസ്റ്റ് ഞാൻ നിങ്ങളെ കാണിച്ചു എന്നേ ഉള്ളൂ. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇതിൻ്റെ ലോജിക്ക്. അപ്പോൾ എന്തൊക്കെയായിരിക്കും നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ഈ വെയ്റ്റഡ് റെസിസ്റ്റർ ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടറിൻ്റെ മേജർ ലിമിറ്റേഷൻസ് എന്തൊക്കെയായിരിക്കും? വളരെ ക്ലിയർ ആണ്. നമ്മളൊരു ഹയർ ബിറ്റ് ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടർ ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ ഡിഫറെൻറ്റ് റെസിസ്റ്റേഴ്സ് വാല്യൂസ് നമുക്ക് വേണം. എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കുന്ന റെസിസ്റ്റർ വാല്യൂസ് നമുക്ക് വേണ്ടി വരും. അപ്പോൾ ഫസ്റ്റ് ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് വൈഡ് റേഞ്ച് ഓഫ് റെസിസ്റ്റർ വാല്യൂസ് ആർ റിക്വയർഡ്. ദ റെസിസ്റ്റർ ആർ 2:1 ആർ 2:2 ആർ 2:3 ആർ എക്സെട്ര അപ് ടു 2:8 ആർ. ഇപ്പോൾ ഒരു 8 ബിറ്റ് ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടർ നമ്മൾ എടുക്കുന്നതെങ്കിൽ ഓരോ റെസിസ്റ്ററിൻ്റെ വാല്യൂ ഡിഫറെൻ്റ് ആയിരിക്കും അല്ലേ. ഇറ്റ് ഈസ് ഇംപ്രാക്ടിക്കബിൾ ടു ഫാബ്രിക്കേറ്റ് ലാർജ് വാല്യൂസ് ഓഫ് റെസിസ്റ്റർ ഇൻ ഐ സിയിൽ ലാർജ് വാല്യൂ എന്ന് ഡിസൈൻ ചെയ്യുന്നത് ഇംപ്രാക്ടിക്കബിൾ ആണ്. ദ ഫൈനൈറ്റ് റെസിസ്റ്റൻസ് ഓഫ് സ്വിച്ചസ് ഡിസ്റ്റർബ്സ് ദി ബൈനറി വെയ്റ്റഡ് റിലേഷൻഷിപ്പ് എമംഗ് വേരിയസ് കറൻറ്റ്സ്. ഇതൊക്കെയാണ് ആക്ച്വലി ഒരു വെയ്റ്റഡ് റെസിസ്റ്റർ ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടറിൻ്റെ ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത്. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയാണ് നമുക്ക് വെയ്റ്റഡ് റെസിസ്റ്റർ ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടറിനെ കുറിച്ച് പറയാനുള്ളത്. നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത് R2R ലാഡർ ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടറാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ബൈനറി വെയ്റ്റഡ് ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടറിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. ആ ലിമിറ്റേഷൻസിനെ ഓവർകം ചെയ്യാനാണ് നമ്മൾ R2R ലാഡർ ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടർ യൂസ് ചെയ്യുന്നത്. സോ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ സർക്യൂട്ട്സ് തന്നെയാണ്. ഇവിടെ നമുക്ക് വരുന്ന ഡിഫറൻസ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ കേസിൽ എങ്ങനെയായിരുന്നു, ആക്ച്വലി ഡിഫറെൻറ്റ് റെസിസ്റ്റേഴ്സ് വേണ്ടി വന്നു അല്ലേ. ഇപ്പോൾ 6 ബിറ്റ് ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടർ ആണെങ്കിൽ 6 വ്യത്യസ്തമായ റെസിസ്റ്റേഴ്സ് വേണമായിരുന്നു. ഇവിടെ അങ്ങനെയല്ല, നമ്മൾ ഒരു ഒരു ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആണ് എടുക്കുന്നത്. നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽ നമ്മൾ ഗ്രൗണ്ട് ചെയ്തു, ഇൻവേർട്ടിംഗ് ടെർമിനൽ ഒരു റെസിസ്റ്റർ നിങ്ങൾക്ക് കാണാം. അപ്പോൾ നമ്മളൊരു പെയർ ഓഫ് റെസിസ്റ്റേഴ്സ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. നിങ്ങൾ ഉണ്ടോ 2R 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 ആൻഡ് 2R. 2R എന്നുള്ള റെസിസ്റ്റൻസ് വാല്യൂ ഉള്ള കുറച്ച് റെസിസ്റ്റേഴ്സ്, അതുപോലെ R എന്നുള്ള റെസിസ്റ്റർ വാല്യൂ ഉള്ള, ഇപ്പോൾ ഈ R 10K ആണെങ്കിൽ ഇതൊക്കെ 20K ആണ്. അപ്പോൾ രണ്ട് ടൈപ്പ് റെസിസ്റ്റേഴ്സ് മാത്രം നമുക്ക് യൂസ് ചെയ്താൽ മതി. ഒന്ന് ഏതാണ്? ഒന്ന് ദ റെസിസ്റ്റേഴ്സ് ഹാവിങ് വാല്യൂ R ohm, ദ റെസിസ്റ്റേഴ്സ് ഹാവ് വാല്യൂ 2R ohm. അങ്ങനെ എത്ര വലിയ ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടർ ആണെങ്കിലും 2 ഡിഫറെൻ്റ് ആയിട്ടുള്ള റെസിസ്റ്റർ വാല്യൂസ് മാത്രം നമുക്ക് യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടർ ഡിസൈൻ ചെയ്യുന്നതെങ്കിൽ നമുക്കിതിനെ R2R ലാഡർ എന്ന് പറയാം. സെയിം വേ നമ്മളിവിടെ ചെയ്യുന്ന കാര്യം, ഈ B1 B2 B3 BN എന്ന് പറയുന്നത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഡിജിറ്റൽ ഇൻപുട്ടാണ്. ഈ VR എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന റെഫറൻസ് ഇൻപുട്ടാണ്. നമുക്ക് കിട്ടുന്ന ഒരു അനലോഗ് ഔട്ട്പുട്ടാണ് ആക്ച്വലി V ഔട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ R2R ലാഡർ ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടർ ഡിസൈൻ ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പോലെ തന്നെയാണ് കാൽക്കുലേഷൻസ് ഒക്കെ സെയിം വേ. ഓക്കെ, അപ്പോൾ ഡിഫറൻസ് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. സോ നമുക്കൊരു കോമൺ എക്സാമ്പിൾ നോക്കാം. ഒരു 3 ബിറ്റ് R2R ലാഡർ വിത്ത് ബൈനറി ഇൻപുട്ട് 001 ആസ് ഷോൺ ഇൻ ഫിഗർ. അപ്പോൾ നമ്മളിപ്പോൾ പറയുകയാണ് നമ്മുടെ ബൈനറി ഇൻപുട്ട് 001 ആണ്. നമ്മൾ ഒരു 3 ബിറ്റ് R2R ലാഡറാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ആദ്യം ഒരു ഒപ്പാമ്പ് വരച്ചു അല്ലേ. ഒപ്പാമ്പിൻ്റെ ഇൻപുട്ടിലേക്ക് നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽ ഗ്രൗണ്ട് ചെയ്തു, ഒരു ഫീഡ്ബാക്ക് റെസിസ്റ്റർ കണക്ട് ചെയ്തു, 3 റെസിസ്റ്റേഴ്സ് വന്നു, 2R 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 R അല്ലേ. അപ്പോൾ സ്വിച്ചസ് കണക്ട് ചെയ്തു. സ്വിച്ചസിൻ്റെ പൊസിഷൻ നോക്ക്, 001 അല്ലേ. യെസ്. അപ്പോൾ 0ക്ക് നമ്മൾ എന്ത് ചെയ്തു, ബേസിക്കലി നിങ്ങൾ നോക്ക്, ഒരു ഗ്രൗണ്ട് പൊട്ടൻഷ്യലിന് വേണ്ടിയിട്ട് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഇൻപുട്ട് ഉണ്ട്. അതുപോലെ റെഫറൻസ് വോൾട്ടേജ് ഇൻപുട്ട് ആവണമെങ്കിൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള സ്വിച്ച് പൊസിഷൻ ഉണ്ട്. അപ്പോൾ സ്വിച്ച് പൊസിഷൻ എന്നുള്ളത് 2 0 ഇൻപുട്ടിൻ്റെയും സ്വിച്ച് പൊസിഷൻ റിലേറ്റഡ് ടു ഗ്രൗണ്ട് നമ്മൾ കണക്ട് ചെയ്തു അല്ലേ. മൂന്നാമത്തെ ഇൻപുട്ടിൻ്റെ സ്വിച്ച് പൊസിഷൻ ദാറ്റ് ഈസ് റിലേറ്റഡ് ടു റെഫറൻസ് വോൾട്ടേജ് VR. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എന്ത് കണക്ട് ചെയ്യാം, നമ്മുടെ ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടർ കണക്ട് ചെയ്യാം, നമുക്ക് R2R ലാഡർ കിട്ടും. ഓക്കെ, അപ്പോൾ ശരിക്കും ഈ R2R ലാഡറിൻ്റെ ഏറ്റവും സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഫോമും കൂടി നിങ്ങൾ ഓർത്ത് വയ്ക്കുക. അത് കുറേ നമ്മൾ ബേസിക് ആയിട്ടുള്ള കുറേ
തെവനിൻസ് തിയറം ഒക്കെ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുന്ന ഒരു സർക്യൂട്ടാണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് ആവശ്യം എന്തിനാണ് പറയുന്നതെന്ന് വെച്ചാൽ നമുക്കിതിന് IC പഠിക്കുന്ന സമയത്ത് ഈ സർക്യൂട്ട് നമ്മളൊരു മൈൻഡിൽ വേണം. അപ്പോൾ ഇതെങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നതെന്ന് ഞാനിപ്പോൾ പറയുന്നില്ല. അപ്പോൾ ജസ്റ്റ് നിങ്ങളെ മൈൻഡിൽ ഇപ്പോൾ ടിപ്പിക്കലായിട്ടുള്ളൊരു ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ സർക്യൂട്ട് മാത്രം പഠിക്കുക, കാൽക്കുലേഷൻസ് ഒക്കെ ആസ് പെർ സെയിം. അപ്പോൾ നമ്മളിതിനെ തെവനിൻസ് തിയറം വെച്ച് സിംപ്ലിഫൈ ചെയ്തിട്ട് കുറേ കണ്ടീഷൻസ് അസ്യൂം ചെയ്ത് നമ്മൾ വരയ്ക്കുന്ന ഒരു സർക്യൂട്ടാണ്. ഇതെന്ന് മാത്രം മനസ്സിലാക്കി വെക്കുക. ഏറ്റവും ബേസിക് ആയിട്ടുള്ള നമ്മൾ കൊടുക്കുന്ന റെഫറൻസ് വോൾട്ടേജ് എന്ന് പറയുന്നത് VR/2 എന്നുള്ള രീതിയിൽ എടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ്. ഇത് ജസ്റ്റ് എന്തിനാണെന്ന് നമുക്ക് പറയാം. അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത R2R ലാഡറിൻ്റെ അഡ്വാൻറ്റേജസ് നോക്കാം. ഈസിയർ ടു ബിൽഡ് ആക്യുറേറ്റ്ലി ആസ് ഓൺലി 2 പ്രിസിഷൻ മെറ്റൽ ഫിലിം റെസിസ്റ്റേഴ്സ് ആർ റിക്വയർഡ്. 2 വ്യത്യസ്ത വാല്യൂ ഉള്ള മെറ്റൽ ഫിലിം റെസിസ്റ്റേഴ്സ് മാത്രം നമുക്ക് എന്തിലും ആവശ്യമുള്ളൂ, ഈ ഡിജിറ്റൽ ടു അനലോഗ് കൺവെർട്ടർ ഡിസൈൻ ചെയ്യാൻ ആവശ്യമുള്ളൂ. അതൊരു അഡ്വാൻറ്റേജ് ആണ്. നമ്പർ ഓഫ് സെക്ഷൻസ് ക്യാൻ ബി എക്സ്പാൻഡഡ് ബൈ ആഡിങ് മോർ സെക്ഷൻസ് ഓഫ് R2R ലാഡർ. എത്ര വലിയ ബിറ്റ് R2R ലാഡർ നമുക്ക് ഡിസൈൻ ചെയ്യാം. നമുക്ക് എന്ത് ചെയ്താൽ മതി, ഈ R2Rൻ്റെ വാല്യൂ മാത്രം എന്ത് ചെയ്താൽ മതി, എക്സ്പാൻഡ് ചെയ്താൽ മതി. തിയറി ഓഫ് ഓപ്പറേഷൻ ഈസ് സിമ്പിൾ ആൻഡ് സ്ട്രെയിറ്റ് ഫോർവേഡ്. ഇതിൻ്റെ തിയറി എന്ന് പറയുന്നത്, വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞ് വളരെ സിമ്പിളായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഇത്രയാണ് ഒരു R2R ലാഡറിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക ഇതിൻ്റെ ഫണ്ടമെൻ്റൽ ലോജിക്ക് എങ്ങനെയാണെന്ന്. ഓക്കെ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഒരു ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടറിൽ ഏതൊക്കെ ടൈപ്പ് എറേഴ്സ് പ്രാക്ടിക്കലി പോസിബിൾ ആവാം. സോ വാട്ട് ആർ ദി സോഴ്സ് ഓഫ് എറേഴ്സ് ഇൻ DAC? 3 എറേഴ്സാണ് ഇവിടെ പോസിബിൾ ആവുന്നത്. എറർ സോഴ്സസ് ഒന്നാണ് ലീനിയാരിറ്റി എറർ, ഒന്നാണ് ഓഫ്സെറ്റ് എറർ, ഒന്നാണ് ഗെയിൻ എറർ. അപ്പോൾ എന്താണ് 3 തമ്മിലുള്ള വ്യത്യാസം എന്ന് നമുക്ക് നോക്കാം ഒരു ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടറിൻ്റെ കേസിൽ. അപ്പോൾ ആദ്യം നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ലീനിയർ എററാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഗ്രാഫിൽ കാണാം. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് the amount by which the actual output differs from the ideal straight line output. It is mainly due to the errors in the current source and resistance value. അപ്പോൾ ലീനിയർ ആയിട്ട് നമുക്ക് ഐഡിയൽ ആയിട്ടുള്ളൊരു റെസിസ്റ്റൻസ് വാല്യൂ ഇങ്ങനെയായിരുന്നു. ഓക്കെ, ഇപ്പോൾ നമ്മൾ പ്രാക്ടിക്കലി ചെയ്തു വന്നപ്പോൾ നമ്മൾ ഈ ഐഡിയൽ കേർവ് എന്നുള്ളതൊരു നോൺ ലീനിയാരിറ്റി കേർവായിട്ട് മാറി. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് വേവ് ഫോം കിട്ടുന്നതെങ്കിൽ നമുക്ക് ഈ എറേഴ്സിന് എന്ത് പറയാം, ലീനിയാരിറ്റി എറർ എന്ന് പറയാം. സോ the amount by which the actual output differs from the ideal straight line output, ഇതിനാണ് നമ്മൾ ലീനിയാരിറ്റി എറർ എന്ന് പറയുന്നത്. അപ്പോൾ ലീനിയാരിറ്റി എറർ എങ്ങനെ ഒക്കർ ചെയ്യുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദിസ് മെയിൻലി ഒക്കർ ഡ്യൂ ടു കറണ്ട് സോഴ്സസ്, ഡ്യൂ ടു എറേഴ്സ് ഇൻ കറണ്ട് സോഴ്സ് റെസിസ്റ്റൻസ് വാല്യൂ. ഓക്കെ, ഇങ്ങനെയാണ് ആക്ച്വലി ലീനിയാരിറ്റി എറർ എന്ത് ചെയ്യുന്നത്, ഒക്കർ ചെയ്യുന്നത്. ഓക്കെ, അടുത്താണ് ഓഫ്സെറ്റ് എറർ. ഓഫ്സെറ്റ് എററും നിങ്ങൾക്ക് ഇവിടെ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും എന്താണ് വ്യത്യാസം എന്നുള്ളത്. ദ നോൺ സീറോ ലെവൽ ഓഫ് ഔട്ട്പുട്ട് വോൾട്ടേജ് വെൻ ഓൾ ദി ഇൻപുട്സ് ആർ സീറോ. ഇറ്റ് ആഡ് എ കോൺസ്റ്റൻറ്റ് വാല്യൂ ടു ഓൾ ദി ഔട്ട്പുട്ട് വാല്യൂ. ഇറ്റ് ഈസ് ഡ്യൂ ടു ദി പ്രസൻസ് ഓഫ് ഓഫ്സെറ്റ് വോൾട്ടേജ് ഇൻ ഒപ്പാം ആൻഡ് ലീക്കേജ് കറണ്ട് ഇൻ ദി കറണ്ട് സ്വിച്ചസ്. അപ്പോൾ ഓഫ്സെറ്റ് എറർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു നോൺ സീറോ എററാണ്. അപ്പോൾ നിങ്ങൾ നോക്ക്, ബേസിക്കലി നമ്മൾ ഒരു ഐഡിയൽ കേർവ് പറയുകയാണെങ്കിൽ ഈ ഐഡിയൽ കേർവ് സ്റ്റാർട്ട് ചെയ്യുന്നത് 0-ൽ നിന്നാണ്, അല്ലേ? 0-ൽ നിന്നാണ് ഐഡിയൽ കേർവ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആക്ച്വലി ഇത് നമ്മൾ ചെയ്തു വരുമ്പോൾ മേ ബി എബോവ് 0 ലെവലിൽ നിന്ന് നമ്മളെ വേവ് ഫോം സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ കംപ്ലീറ്റ് ഔട്ട്പുട്ടിനും കൂടിയും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള DC വോൾട്ടേജ് ആഡ് ചെയ്ത് വരാം. അപ്പോൾ നിങ്ങൾ തന്നെ നോക്ക്, ഇപ്പോൾ ഈ ഒരു ഡിഫറൻസിനെയാണ് നമ്മൾ ഓഫ്സെറ്റ് എറർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓഫ്സെറ്റ് എറർ എങ്ങനെ ഒക്കർ ചെയ്യുന്നത് ചോദിക്കുകയാണെങ്കിൽ the presence of offset voltage and leakage current in the current switches, ഇതാണ് അതിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത മൂന്നാമത്തെ ടൈപ്പ് എറർ എന്ന് പറയുന്നത് ഗെയിൻ എററാണ്. അപ്പോൾ എല്ലാവരും നോക്കണേ, ഗെയിൻ എറർ എന്താണെന്നുള്ളത്. ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ കാൽക്കുലേറ്റഡ് ഗെയിൻ ഓഫ് ദി കറണ്ട് ടു വോൾട്ടേജ് കൺവേർട്ടർ ആൻഡ് ദ ആക്ച്വൽ ഗെയിൻ അച്ചീവ്ഡ്. ഇറ്റ് ഈസ് ഡ്യൂ ടു ദി എറേഴ്സ് ഇൻ ദ ഫീഡ്ബാക്ക് റെസിസ്റ്റർ ഓൺ ദി കറണ്ട് വോൾട്ടേജ് കൺവേർട്ടർ ഒപ്പം. It is the difference between the calculated gain of the current to voltage converter and the actual gain achieved. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു ഐഡിയൽ ഗെയിൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. പക്ഷെ നമ്മൾ പ്രാക്ടിക്കലി ചെയ്തു വന്നപ്പോൾ അതിലൊരു ചെറിയ ചേഞ്ച് വന്നു നമ്മുടെ സ്ലോപ്പിന്, കണ്ടോ? ആക്ച്വലി നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു എററിനെയാണ് നമ്മൾ ബേസിക്കലി എന്ത് പറയുന്നത്, ഗെയിൻ എറർ എന്ന് പറയുന്നത്. ഗെയിൻ എറർ. സോ it is the difference between calculated gain of the current to voltage converter and the actual gain
അച്ചീവ്ഡ്. അപ്പോൾ നമ്മളെപ്പോഴും ഒരു ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടറിൽ നമുക്ക് കറൻറ്റ് ഔട്ട്പുട്ട് കിട്ടുന്ന സമയത്ത് നമ്മളൊരു കറൻറ്റ് വോൾട്ടേജ് കൺവേർട്ടറും കൂടി യൂസ് ചെയ്യാറുണ്ട്. അതാണ് ഇവിടെ സ്പെസിഫിക് ആയിട്ട് പറയുന്നത്. നിങ്ങൾക്ക് അതിൻ്റെ IC പറയുമ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവും എന്താണ് നമ്മളിവിടെ മെൻഷൻ ചെയ്തിരിക്കുന്ന കറൻറ്റ് വോൾട്ടേജ് കൺവേർട്ടർ എന്നുള്ളത്. അപ്പോൾ ഈ 3 എറേഴ്സ് എന്താണ്, ഈ 3 എറേഴ്സിൻ്റെ സോഴ്സസ് എന്താണെന്ന് പഠിച്ചു വയ്ക്കുക. ഇമ്പോർട്ടൻ്റ് ആണ്. 3 എറേഴ്സിൻ്റെ ഡെഫിനേഷൻ ഒന്ന് പഠിച്ചു വയ്ക്കുക. ഓക്കെ. അപ്പോൾ ഈ ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടറിൻ്റെ ബേസിക് ആയിട്ടുള്ള 2 ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടർ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. ഇനി നമുക്ക് ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടറിൻ്റെ IC ഡിവൈസസ് ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. IC ഡിവൈസസ്. അപ്പോൾ IC 1408 DAC ഡിവൈസസ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. നമുക്ക് നോക്കാം. ഓക്കെ. അപ്പോൾ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള IC നമുക്ക് അവൈലബിൾ ആണ് ഒരു ഡിജിറ്റൽ ടു അനലോഗ് കൺവേർഷൻ പോസിബിൾ ആക്കാൻ. അതാണ് ആക്ച്വലി IC നമ്പർ 1408 എന്ന് പറയുന്നത്. എല്ലാവരും നോക്കുക. ഇതൊരു ഡുവൽ ഇൻലൈൻ പാക്കേജിൽ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന ഒരു 16 പിൻ IC ആണ്. IC 7408 എന്ന് പറയുന്നത് ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടർ പെർഫോം ചെയ്യാനാണ് നമ്മൾ ഈ IC യൂസ് ചെയ്യുന്നത്. സോ ദ 1408 ഈസ് ആൻ 8-bit R2R ladder compatible with the TTL and CMOS logic. It is designed to use where the output current is linear product of 8 but a digital word. എന്താ ഇവിടെ പറയുന്നത്, സ്പെസിഫിക്കലി പറയുന്നുണ്ട് ഒരു 8-bit R2R ലാഡറാണ് ആക്ച്വലി ഈ ഒരു 1408 എന്ന് പറയുന്നത് അല്ലേ. ദാറ്റ് ഈസ് കോമ്പാറ്റബിൾ വിത്ത് TTL ആൻഡ് CMOS ലോജിക്ക്. TTL ലോജിക്കായിട്ടും CMOS ലോജിക്ക് നമ്മൾ ഡിജിറ്റലിൽ വരുന്നതാണ്. ശരിക്കും ഡിജിറ്റൽ നമ്മളെ PWD എഞ്ചിനീയറിംഗ് അസിസ്റ്റൻറ്റ് സിലബസിൽ ഇല്ല. എല്ലാവർക്കും അറിയാവുന്ന ജനറൽ കാര്യമാണ് TTLും CMOSും എന്താണ്. ഇറ്റ് ഈസ് ഡിസൈൻ ടു യൂസ് വെയർ ദി ഔട്ട്പുട്ട് കറണ്ട് ഈസ് ലീനിയർ പ്രൊഡക്റ്റ് ഓഫ് ആൻ 8 ബട്ട് ഡിജിറ്റൽ വേർഡ്. 8-bit ഡിജിറ്റൽ വേർഡാണ്. സോറി. ഓക്കെ. ഇറ്റ് ഈസ് ഡിസൈൻ ടു യൂസ് വെർ ദി ഔട്ട്പുട്ട് കറണ്ട് ഈസ് ലീനിയർ പ്രൊഡക്റ്റ് ഓഫ് ആൻ 8-bit ഡിജിറ്റൽ വേർഡ്. അപ്പോൾ നമ്മൾ എടുക്കുന്ന ഒരു 8-bit ഡിജിറ്റൽ വേർഡിൻ്റെ ബേസിലാണ് നമ്മളുടെ ഡിജിറ്റൽ ടു അനലോഗ് കൺവേർഷൻ ടേക്സ് പ്ലേസ് ചെയ്യുന്നത് അല്ലേ. സോ ദ IC 1408 കൺസിസ്റ്റ് ഓഫ് റെഫറൻസ് കറണ്ട് ആംപ്ലിഫയർ, ആൻ R2R ladder and 8 ഹൈ സ്പീഡ് കറണ്ട് സ്വിച്ചസ്. ഏതാണ് 8 ഹൈ സ്പീഡ് കറണ്ട് സ്വിച്ചസ്? നിങ്ങൾ നോക്ക്. A1, A2, A3, A4, A5, A6, A7, A8 എന്ന് പറയുന്നത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഡിജിറ്റൽ ഇൻപുട്ടുകളാണ്. ഈ ഡിജിറ്റൽ ഇൻപുട്ടിൽ A1 എന്ന് പറയുന്നത് മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റായിട്ടും A8 എന്ന് പറയുന്നത് ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റായിട്ടും ആക്ട് ചെയ്യും. ഓക്കെ. ഇവിടെ സ്പെസിഫിക് ആയിട്ട് പറയുന്നത് ഇറ്റ് ഹാസ് 8 ഇൻപുട്ട് ഡാറ്റ ലൈൻസ് A1 ത്രൂ A8 വിച്ച് കൺട്രോൾ ദി പൊസിഷൻസ്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു എന്താണ് ഒരു കറണ്ട് ആംപ്ലിഫയർ ആയിട്ടാണ് ഇത് ആക്ട് ചെയ്യുക, റെഫറൻസ് കറണ്ട് ആംപ്ലിഫയർ ആയിട്ട്. കാരണം ഇതിൻ്റെ ഔട്ട്പുട്ട് നിങ്ങൾ നോക്ക്, ഒരു കറണ്ട് ഔട്ട്പുട്ടാണ് നമുക്കിവിടെ കിട്ടുക. ഈ കറണ്ട് ഔട്ട്പുട്ട് നമ്മൾ വോൾട്ടേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനാണ് നമ്മൾ ആക്ച്വലി 4th പിൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് പറഞ്ഞു. ഇറ്റ് റിക്വയർ 2 mA റെഫറൻസ് കറണ്ട് ഫോർ ഫുൾ സ്കെയിൽ ഇൻപുട്ട് ആൻഡ് 2 പവർ സപ്ലൈസ് VCC = +5 volt ആൻഡ് VE = -15 volt. നിങ്ങൾ നോക്ക്. ഇപ്പോൾ നമ്മൾ 5 മുതൽ 12 വരെയുള്ള പിൻസ് പറഞ്ഞു, 4ാമത്തെ പിന്ന് പറഞ്ഞു, 2 പവർ സപ്ലൈ പിൻസ് യൂസ് ചെയ്യുന്നുണ്ട്. 3 എന്ന് പറയുന്നത് VE നെഗറ്റീവ് സപ്ലൈ എന്ന് പറയുന്നത് -15 വോൾട്ടും അല്ലേ. പിന്നെ വരുന്ന VCC അല്ലേ, VCC എന്ന് പറയുന്നത് +5 വോൾട്ടുമാണ്. അപ്പോൾ ഇതാണ് പിൻ നമ്പർ 3ഉം പിൻ നമ്പർ 13ഉം. ദ വോൾട്ടേജ് റെഫറൻസ് ആൻഡ് resistor R4 determine the total reference current source and R5 is generally equal to R4 to make the match input impedance of reference amplifier. അത് നമുക്ക് അതിൻ്റെ ഇൻറ്റേർണൽ ഡയഗ്രാം കണ്ടാലേ മനസ്സിലാവുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു, നമ്മളിപ്പോൾ പവർ സപ്ലൈ കൊടുത്ത പോലെ തന്നെ നമുക്ക് 2 റെഫറൻസ് ഇൻപുട്ട് വരുന്നുണ്ട്, +V റെഫറൻസും -V റെഫറൻസും. ഈ 2 റെഫറൻസ് വോൾട്ടേജിനും കൂടെ നമ്മൾ ആഡ് ചെയ്യുന്ന റെഫറൻസ് റെസിസ്റ്റേഴ്സാണ് R14ഉം R15ഉം. അപ്പോൾ അതിൻ്റെ വാല്യൂം കൂടി ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമുക്കിവിടെ റെഫറൻസ് വോൾട്ടേജ് സെറ്റ് ആവുക. അതുപോലെ ഒരു കോമ്പൻസേഷൻ വോൾട്ടേജും ഇവിടെ അവൈലബിൾ ആണ് അല്ലേ. അപ്പോൾ നിങ്ങൾ ഓർത്ത് വയ്ക്കുക, ഇതാണ് ആക്ച്വലി അതിൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു പിൻ ഔട്ട് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പോൾ ജനറലി എന്താണെന്ന് മാത്രം ഓർത്ത് വയ്ക്കുക, അതിൻ്റെ പർപ്പസ് ഓർത്ത് വയ്ക്കുക. അപ്പോൾ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഇൻറ്റേർണൽ ഡയഗ്രാം നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഇൻറ്റേർണൽ ഡയഗ്രാം എന്ന് പറയുന്നത് ബേസിക്കലി ഇങ്ങനെയാണ് അതിൻ്റെ ഇൻറ്റേർണൽ ഡയഗ്രാം വരിക. ഓക്കെ. അപ്പോൾ എല്ലാവരും കണ്ടോ ഇവിടെ എന്തൊക്കെ പാർട്ടുകൾ വരുന്നുണ്ട്? ഒരു കറണ്ട് സ്വിച്ചസ് വരുന്നുണ്ട് അല്ലേ. ഓക്കെ. അതായത് A1 മുതൽ A8 വരെ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടാണ്, ഒരു കറണ്ട് സ്വിച്ച് ആയിട്ടാണ് ഇത് ആക്ട് ചെയ്യുക. 1 എന്ന് പറയുന്ന റേഞ്ച് കൺട്രോളാണ്. എല്ലാവരും നോക്കണേ. ഇത് ഏതൊക്കെ റേഞ്ചിൽ വർക്ക് ചെയ്യണം തീരുമാനിക്കാനാണ് പിൻ നമ്പർ 1. നമ്മൾ പറഞ്ഞില്ലായിരുന്നു. ഓക്കെ.
അതുപോലെ 4 എന്ന് പറയുന്നത് ആക്ച്വലി എന്തായിരുന്നു, 4ാമത്തെ പിൻ എന്ന് പറയുന്നത് നമ്മുടെ കറണ്ട് ഔട്ട്പുട്ടാണ്. അപ്പോൾ ഇൻപുട്ടും ഇത് ആക്ച്വലി കറണ്ട് ഔട്ട്പുട്ടാണ് 4th പിൻ എന്ന് പറയുന്നത്. ഇത് റേഞ്ച് കൺട്രോളാണ്. പിന്നെ നിങ്ങൾ നോക്കുക, ഒരു R2R ലാഡർ അറേഞ്ച്മെൻറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഒരു ബേസിക് സർക്യൂട്ട് കാണാം. 2 എന്ന് പറയുന്നത് ഗ്രൗണ്ട് പിന്നാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളിതിൻ്റെ റെഫറൻസ് പാർട്ടുകൾ കാണുക. ബേസിക്കലി ഇവിടെ 2 ബേസിക് ട്രാൻസിസ്റ്റേഴ്സാണ് യൂസ് ചെയ്യുന്നത്. 2 റെസിസ്റ്റേഴ്സ് വരുന്നുണ്ട്. ഒന്ന് R14 ഒന്ന് R15 ആയിട്ട് ആക്ട് ചെയ്യും. ഒന്ന് പോസിറ്റീവ് ഇ റെഫറൻസും ഒന്ന് നെഗറ്റീവ് ഇ റെഫറൻസും. പിന്നെ 13ാമത്തെ പിന്നെ VCC ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. 16ാമത്തെ പിന്നെ കോമ്പൻസേഷൻ പിന്നായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. 3ാമത്തെ പിന്നെ VE ആയിട്ട് നെഗറ്റീവ് ഇൻപുട്ട് സോഴ്സായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ബേസിക്കലി ഒരു IC 1408ൻ്റെ ഇൻറ്റേർണൽ ഡയഗ്രാം വരുന്നത്. ഇൻറ്റേർണൽ ഡയഗ്രാം എല്ലാവരും ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇനി ഇതിൻ്റെ വർക്കിംഗ് ഇക്വേഷൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഔട്ട്പുട്ട് കറണ്ടാണ്. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് ആക്ച്വലി പിൻ നമ്പർ 4 എനിക്ക് കിട്ടുന്ന കറണ്ട് ഔട്ട്പുട്ടാണ്. അപ്പോൾ ഇതിൻ്റെ കറണ്ട് ഔട്ട്പുട്ട് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് V റെഫറൻസ് ബൈ R14 ഇൻറ്റു A1/2 പ്ലസ് A2/4 പ്ലസ് A3/8 പ്ലസ് A4/16 പ്ലസ് A5/32 പ്ലസ് A6/64 പ്ലസ് A7/128 പ്ലസ് A8/256. ഇങ്ങനെയാണ് ആക്ച്വലി നമ്മുടെ ഔട്ട്പുട്ട് കറണ്ട് വരുന്നത്. എന്താണ് A1 A2? നമുക്കിവിടെ പിന്നിൽ കാണാം. A1 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും മോസ്റ്റ് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ബിറ്റാണ്. A8 എന്ന് പറയുന്നത് ലീസ്റ്റ് സിഗ്നിഫിക്കൻ്റ് ബിറ്റാണ്. ഈ ഓരോ പോയിന്റ് കഴിയുന്തോറും ഇതിൻ്റെ വാല്യൂ ഡബിൾ ചെയ്ത് പോകും. 8 ബിറ്റ് ആയതുകൊണ്ട് 2 മുതൽ 256 വരെയുള്ള വാല്യൂസാണ് ഡിനോമിനേറ്ററിൽ വരിക. അപ്പോൾ ഇതാണ് ആക്ച്വലി എനിക്ക് കിട്ടുന്ന കറണ്ട് ഔട്ട്പുട്ട്. പിന്നെ അത് ഡിപ്പെൻഡ് ചെയ്യുന്ന 2 പാരാമീറ്റർ, നമ്മൾ അപ്ലൈ ചെയ്യുന്ന റെഫറൻസ് വോൾട്ടേജിനെയും അതുപോലെ തന്നെ R14 എന്ന് പറഞ്ഞാൽ ഈ 14ാമത്തെ പിന്നിൽ നമുക്കിവിടെ കിട്ടുന്ന റെഫറൻസ് റെസിസ്റ്ററാണ് ആക്ച്വലി R14 എന്ന് പറയുന്നത്. അപ്പോൾ ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ ജനറൽ കേസിൽ നമ്മളിവിടെ പ്രിഫർ ചെയ്യുന്ന V റെഫറൻസ് എന്ന് പറയുന്നത്, ജനറൽ കേസിൽ നമ്മളിവിടെ പ്രിഫർ ചെയ്യുന്ന V റെഫറൻസ് എന്ന് പറയുന്നത് 5 വോൾട്ടും ഓക്കെ, നമ്മളെടുക്കുന്ന R14ൻ്റെ വാല്യൂ ബൈ ഡീഫോൾട്ടായിട്ട് എത്രയാണ്, 2.5 കിലോ ഓം ആണ്. അപ്പോൾ നമുക്ക് ഈ V റെഫറൻസ് ബൈ R14 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. പിന്നെ നമുക്കിവിടെ മാക്സിമം വാല്യൂ, അതായത് A1 മുതൽ A8 വരെയുള്ള എല്ലാ പിന്നുകളുടെയും വാല്യൂ 1 ആണെന്ന് അസ്യൂം ചെയ്യുക. അപ്പോൾ 1 ആണ് നമ്മുടെ ഡിജിറ്റൽ ഇൻപുട്ട് എങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു വാല്യൂ എന്തായിരിക്കും നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, V റെഫറൻസിന് പകരം 5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, R14 പകരം 2.5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, A1 തൊട്ട് A8 വരെയുള്ള വാല്യൂസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, താഴത്തെ ഡിനോമിനേറ്റർ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് 1.992 മില്ലി ആംപിയർ എന്ന് കിട്ടി. ഇങ്ങനെയാണ് ബൈ ഡീഫോൾട്ടായിട്ടുള്ള കറണ്ട്, മാക്സിമം കറണ്ട് വരുന്നത് 1.992 മില്ലി ആംപിയർ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ സർക്യൂട്ടിന് എന്ത് ചെയ്യാം, നമ്മളിപ്പോൾ ടിപ്പിക്കലി പഠിച്ച ഈ ഒരു IC 1408 സർക്യൂട്ടിനെ നമുക്ക് കറണ്ട് ഔട്ട്പുട്ടാണല്ലോ 4ാമത്തെ പിന്നിൽ കിട്ടുന്നത്, ഇതിനെ വോൾട്ടേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. കറണ്ട് ഔട്ട്പുട്ടിനെ വോൾട്ടേജ് കൺവേർട്ടറായിട്ട് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ അഡീഷണലി ഒരു കറണ്ട് ടു വോൾട്ടേജ് കൺവേർട്ടർ ഇവിടെ യൂസ് ചെയ്യും. ഈ കറണ്ട് ടു വോൾട്ടേജ് കൺവേർട്ടറിലും നമ്മൾ യൂസ് ചെയ്യുന്ന ഫീഡ്ബാക്ക് റെസിസ്റ്ററിൻ്റെ വാല്യൂ ബൈ ഡീഫോൾട്ട് RF എന്ന് പറയുന്നത് 2.5K ആണ്. അപ്പോൾ നമുക്കിപ്പോൾ 4th ഔട്ട്പുട്ടായിട്ട് കിട്ടുന്ന കറണ്ട് ഔട്ട്പുട്ടാണ്. അപ്പോൾ നമ്മളൊരു കറണ്ട് വോൾട്ടേജ് കൺവേർട്ടർ അഡീഷണലി കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ എന്ത് കിട്ടും, ഒരു വോൾട്ടേജ് ഔട്ട്പുട്ട് കിട്ടും. അപ്പോൾ ഇതിൻ്റെ സർക്യൂട്ട് കറക്റ്റായിട്ട് നോക്കുക. നമ്മളൊരു 8 ബിറ്റ് ഡിജിറ്റൽ ഇൻപുട്ട് കൊടുത്തു, VCC അപ്ലൈ ചെയ്തു, VE അപ്ലൈ ചെയ്തു, റെഫറൻസ് വോൾട്ടേജ് അപ്ലൈ ചെയ്തു. അതുപോലെ 14ാമത്തെ പിന്നിൽ നമ്മൾ 2.5K റെസിസ്റ്റർ കണക്ട് ചെയ്തു. 15ാമത്തെ പിന്നിലും നമ്മൾ 2.5K റെസിസ്റ്റർ കണക്ട് ചെയ്തു. രണ്ടും റെഫറൻസ് വോൾട്ടേജ് ആണ്. അപ്പോൾ ഐഡിയലി മാച്ച് ആവാനാണ് രണ്ടിൻ്റെയും റെസിസ്റ്റൻസ് വാല്യൂ നമ്മൾ എപ്പോഴും ഈക്വലായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ടിപ്പിക്കലായിട്ടുള്ള ഒരു IC 1408 ഡിസൈൻ ചെയ്യുന്നത്. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞ ഈ IC 1408ൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇലക്ട്രിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, ചോദിക്കാൻ ചാൻസ് ഉള്ള പാർട്ടാണ്. അപ്പോൾ ഇതിൻ്റെ റെഫറൻസ് കറണ്ട് എന്ന് പറയുന്നത് ബൈ ഡീഫോൾട്ട് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 2 മില്ലി ആംപിയർ ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് 1.992 മില്ലി ആംപിയർ എന്ന്. അപ്പോൾ റെഫറൻസ് കറണ്ട് എന്ന് ചോദിക്കുകയാണെങ്കിൽ 2 മില്ലി ആംപിയർ ആണ് അതിൻ്റെ റെഫറൻസ് കറണ്ട്. അതിൻ്റെ സപ്ലൈ വോൾട്ടേജ് എന്ന് പറയുന്നത് +5 VCC ആൻഡ് -15 VE ആണ് ആക്ച്വലി നമ്മൾ കൊടുക്കുന്ന സപ്ലൈ വോൾട്ടേജ്. 2 ഡുവൽ പവർ സപ്ലൈ ആണല്ലോ ഉള്ളത് അല്ലേ. അതിൻ്റെ സെറ്റിംഗ് ടൈം എന്ന് പറയുന്നത്, കൺവേർഷൻ എടുക്കുന്ന സെറ്റിംഗ് ടൈം എന്ന് പറയുന്നത് 300 നാനോ സെക്കൻഡ് ആണ്. ഒരു ഡിജിറ്റൽ വാല്യൂവിനെ അനലോഗാക്കി മാറ്റാൻ എടുക്കുന്ന സമയം. ഫുൾ സ്കെയിൽ ഔട്ട്പുട്ട് കറണ്ട് എന്ന് പറയുന്നത് 1.992 നാനോ ആംപിയർ ആണ്. റെഫറൻസ് കറണ്ടും ഇതും ഏകദേശം ഈക്വൽ ആയിരിക്കും. ഫുൾ സ്കെയിൽ ഔട്ട്പുട്ട് കറണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് 8 1 വരുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന കറണ്ട്, ആക്ച്വൽ കറണ്ട് 1.992 മില്ലി ആംപിയർ ആണ് ഫുൾ സ്കെയിൽ വരുന്ന സമയത്ത്. റെഫറൻസ് ആയിട്ട് എടുക്കുന്ന വോൾട്ടേജ് കറണ്ട് 2 മില്ലി ആംപിയർ ആയിരുന്നു.
അപ്പോൾ 2 മില്ലി ആംപിയർ റെഫറൻസ് ആയിട്ട് എടുക്കുമ്പോഴാണ് നമുക്ക് ഫുൾ സ്കെയിൽ ഔട്ട്പുട്ട് കറണ്ട് എന്തായിട്ട് കിട്ടുന്നത് 1.992 മില്ലി ആംപിയർ. അതായത് 2.5K റെസിസ്റ്ററും 5 വോൾട്ട് റെഫറൻസ് വോൾട്ടേജ് എടുക്കുമ്പോഴാണല്ലോ നമുക്ക് ഈ കണ്ടീഷൻ കിട്ടുക. അപ്പോൾ അതാണ് അതിൻ്റെ ലോജിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു IC1408ൻ്റെ ആക്യുറസി എന്ന് പറയുന്നത് 0.19% ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്നും നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടറിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്.